ഈ നിമിഷത്തിനല്ലേ ബ്രസീൽ ആരാധകർ കാത്തിരുന്നത്? അല്ല, ലോകമൊട്ടുക്കുമുള്ള കാൽപന്തിനെ സ്നേഹിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാർലോ ആഞ്ചലോട്ടി തന്റെ മുന്നേറ്റ നിരയുടെ പേരുകൾ പ്രഖ്യാപിക്കുകയാണ്. മാത്തയോസ് കുഞ്ഞയ്ക്ക് ശേഷം ആ പേര് ആഞ്ചലോട്ടി ഉരുവിട്ടു. ആ പേരിനെ ഹർഷാരവങ്ങളോടെ ആ വേദിയും ലോകവും വരവേറ്റു. നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. അതെ, കരിയറിന്റെ നിലയില്ലാ കയത്തിൽ നിന്നും അയാൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. വിശ്വവേദിയുടെ സുൽത്താനായി കാനറി കൂട്ടങ്ങൾക്കൊപ്പം അമേരിക്കയിലേക്ക് പറക്കുകയാണ്. അല്ലെങ്കിലും ലാസ്റ്റ് ഡാൻസിനായി അർജന്റീനയുടെ ലയണൽ മെസ്സിയും പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഉണ്ടാകുമ്പോൾ ഈ 34-കാരൻ ഇല്ലാതെ എങ്ങനെ? വിശ്വകിരീടത്തിനും അതിന്റെ പൂർണ്ണത ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഒട്ടും എളുപ്പമായിരുന്നില്ല നെയ്മറിന് ഈ രണ്ടാം വരവ്. സാന്റോസിൽ നിന്ന് വളർന്ന് ബാഴ്സലോണയുടെ MSNലെ തിളങ്ങുന്ന നക്ഷത്രമായി. ശേഷം പാരീസിലെത്തി. സുൽത്താനാകാൻ സൗദിയിലേക്ക് ചേക്കേറി. നിരാശയോടെ അവിടെ നിന്നും മടങ്ങി തന്റെ ഹോമായ സാന്റോസിലേക്ക്. ടീമിനെ റെലഗേഷനിൽ നിന്നും രക്ഷിച്ച് മറ്റൊരു സീസണിലേക്ക് അത്ഭുത കുതിപ്പ്. ആ കുതിപ്പിനൊടുവിൽ ലോക ഇതിഹാസങ്ങൾ വരെ നെയ്മറിനായി രംഗത്ത് വന്നപ്പോൾ അത് കേൾക്കാതിരിക്കാൻ ആഞ്ചലോട്ടിക്കുമായില്ല. പരിക്ക് ദുർഭൂതം പോലെ വേട്ടയാടിയ ഒരു കരിയർ. ആ ദുർഭൂതത്തോട് തന്റെ പ്രതിഭ കൊണ്ട് യുദ്ധം ചെയ്ത പോരാളി. 2023 ഒക്ടോബറിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലായിരുന്നു നെയ്മർ അവസാനമായി രാജ്യത്തിനായി കളിച്ചത്. ഉറുഗ്വയ്ക്കെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ നെയ്മർ സ്ട്രെച്ചറിൽ കണ്ണീരോടെ കളം വിടുകയായിരുന്നു. കൊളംബിയക്കെതിരായ ക്വാർട്ടർ ഫൈനലിൽ സുനീഗയുടെ കടുത്ത ഫൗളിൽ വീണ് പുളഞ്ഞു പുറത്തുപോയതിന്റെ വേദന ഇപ്പോഴും ആ ശരീരത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ശേഷം 2 വർഷത്തിനകം ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത് നെയ്മർ നടത്തിയ കംബാക്ക്. പക്ഷേ റഷ്യൻ ലോകകപ്പിൽ ഡിബ്രോയിന്റെ ബെൽജിയത്തിന് മുന്നിലും ഖത്തർ ലോകകപ്പിൽ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യക്ക് മുന്നിലും വീണുടഞ്ഞു. മാസങ്ങൾക്കപ്പുറം ഇതിനെല്ലാം പകരം ചോദിക്കാൻ അയാളുണ്ടാകും. ടീമിലുണ്ടെങ്കിൽ ഒറ്റക്കാലിലേന്തിയെങ്കിലും അയാൾ ടീമിനായി തനിക്കാവുന്നത് ചെയ്യും. 128 മത്സരങ്ങളിൽ ബ്രസീലിനെ പ്രതിനിധീകരിച്ച നെയ്മർ ഇതിഹാസ താരം കഫുവിന് പിന്നിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ബ്രസീലിയൻ താരമാണ്. 79 ഗോളുകളോടെ രാജ്യത്തിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനുമാണ് നെയ്മർ. ഈ നേട്ടത്തിൽ സാക്ഷാൽ പെലെ വരെ കടത്തിവെട്ടിയ മുതലാണ്. എത്തിയത് ഏതായാലും വെറുതെയാവില്ല. കാത്തിരിക്കാം ഒരു ലാസ്റ്റ് ഡാൻസ് കംബാക്കിനായി. അയാളുടെ എത്ര കംബാക്കുകൾ നമ്മൾ കണ്ടതാണ്. ഒരു തവണ പോലും ആ സാമ്പ നൃത്തക്കാരൻ തൻ്റെതായ കാരണത്താൽ നമ്മെ നിരാശരാക്കിയിട്ടില്ലല്ലോ.